തീർച്ചയായിട്ടും കോടതി ഇന്ന് ഭയങ്കരമായിട്ട് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായത്. വളരെയേറെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയാണ് ഇങ്ങനെ തന്നെ. കാരണം കോടതി അത് കാണുമ്പോൾ ഇപ്പോൾ എനിക്കും കൃത്യമായിട്ട് അറിയില്ല, നമുക്കറിയില്ലല്ലോ CBFC എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുത്തത്, എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതെന്തുകൊണ്ടാണെങ്കിലും കോടതി ഇത് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങളുടെ എത്രത്തോളം ഉദ്ദേശശുദ്ധി കൃത്യമാണ് അല്ലെങ്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കോടതി ശനിയാഴ്ച സിനിമ കാണാം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനിയും വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കുള്ളൂ അവർ ആരൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ വരുന്നുണ്ടായിരിക്കാം, CBFCയുടെ അല്ലെങ്കിൽ CBSE റീജിയണൽ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, എങ്ങനെയാണെന്ന് അറിയില്ല. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു സാഹചര്യം ഒരുക്കണം. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ലാൽമിടി വെച്ചാണ് കോടതി സിനിമ കാണാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് ബുധനാഴ്ച ഇപ്പം തന്നെ മുംബൈയിൽ നിന്ന് എനിക്കൊന്ന് PV ചന്ദ്രചൂഡ് സാറിൻ്റെ അത്രയും വലിയൊരു ഫേമസ് അഡ്വക്കേറ്റിൻ്റെ മകനാണ് അപ്പിയറായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുപോലെ എന്തോ ഒരു സീരിയസ് മാറ്റർ അതിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. അതൊരു വലിയൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇപ്പം ബുധനാഴ്ച ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ പോലും, കാരണം ഇത് ഇത്രയും വലിയൊരു സിനിമയാണ്, അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഭാഷകളിൽ ഇത്രയും രാജ്യങ്ങളിൽ ഒരേ സമയം 10-400 തിയേറ്ററുകൾ വീണ്ടും ചാർട്ട് ചെയ്ത് നമുക്ക് അവൈലബിലിറ്റി കിട്ടുക. ഇപ്പം തന്നെ കണ്ടാൽ അറിയാം, എല്ലാ പോസ്റ്ററുകൾക്കും മുകളിലേക്ക് പുതിയ സിനിമകളുടെ പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പം പോലൊരു ചാനൽ നമ്മൾ OTT ബിസിനസ് നടത്തിയിട്ടിരിക്കുന്നു. അവരിൽ നിന്നുള്ള പ്രഷറുകൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കടന്നു പോകുന്നതെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കോടതിയിൽ നിന്നുണ്ടായ വിധി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്നതാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് കലാകാരന്മാർ, ഉണ്ണികൃഷ്ണ സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ശരിക്കും ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. അതിൽ എത്രത്തോളം എങ്ങനെയെന്നുള്ളത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് ഉചിതമായിട്ടൊരു തീരുമാനം ബുധനാഴ്ച ഉണ്ടാകുമെന്നാണ് ഈ സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നതും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും.